പ്രണയത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഓക്കെ, സോ ഇവിടെ അടിസ്ഥാനം എന്നാ പുള്ളി ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഫൗണ്ടേഷൻ ആയിരിക്കും, ലൈക്ക് ഫൗണ്ടേഷൻ ഓഫ് ലവ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഉദ്ദേശിച്ചത്. സോ ഫോർ മീ പെർട്ടിക്കുലർ ആയിട്ട് ഒരു ഫാക്ടർ അല്ല ഇതിന്റെ ഫൗണ്ടേഷൻ ആയിട്ടുള്ളത്, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും പറയും പ്രണയം ഈസ് ലൈക്ക് എ ട്രൈപോഡ്. അത് 3 കാലുണ്ട്, 3 ബേസിക് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്പർ 1 ഈസ് റെസ്പെക്ട്, നമ്പർ 2 ട്രസ്റ്റ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ലോയൽറ്റി. ഇത് 3 ബേസിക് ഫൗണ്ടേഷനാണ് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൽ കോംപ്രമൈസ് ആയിക്കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് തന്നെ കോംപ്രമൈസ് ആയിപ്പോകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾ ലോയലാണ്, ബട്ട് നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ബഹുമാനിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് അപമാനിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് താഴെ വീഴും, അതായത് ആ റിലേഷൻഷിപ്പ് കോംപ്രമൈസ് ആവും. അല്ല, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ലോയലുമാണ്, ബട്ട് ആ വ്യക്തിയെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല, ഒരുപാട് സംശയരോഗമുണ്ട് എന്നുണ്ടെങ്കിലും ആ റിലേഷൻഷിപ്പ് കോംപ്രമൈസ് ആവും. അതുപോലെ തന്നെ റെസ്പെക്റ്റും ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്, ബട്ട് ലോയൽ അല്ല, ചെറിയ അവിഹിത പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്നാലും ആ പറയുന്ന ചെറിയ അവിഹിതമല്ല, അവിഹിതം വലുതാണ്, എന്നാലും എന്താ പറയുക, ലോയൽ അല്ല എന്നുണ്ടെങ്കിൽ, ചെറിയ രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്നാൽ പോലും ആ റിലേഷൻഷിപ്പ് കോംപ്രമൈസ് ആവും, കോംപ്രമൈസ് ആയി പോകും, റൈറ്റ്? സോ ഈ 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എല്ലാ റിലേഷൻഷിപ്പിൻ്റെയും ഫൗണ്ടേഷനാണ്: റെസ്പെക്ട്, ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി.